നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിനായിട്ട് തുടക്കം കുറിക്കുമ്പോഴും നമ്മുടെ തൊഴിലിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, അനാവശ്യമായിട്ടുള്ള ഭയവും അതുപോലെ തന്നെ തടസ്സങ്ങളും നിരന്തരം സംഭവിക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് തോന്നും ആരോ നമുക്കെതിരെ എന്തോ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അത്തരത്തിലുള്ള ചിന്തകളിലൂടെ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ പാരമ്പര്യ വിശ്വാസപ്രകാരം അതിനായിട്ട് ഒരു ഭദ്രകാളിയുടെ മന്ത്രം ഉപയോഗിക്കാറുണ്ട്. അതായത് ആ ഒരു മന്ത്രം നമ്മൾ 108 തവണ വീതം നിത്യവും ജപിച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മളിലേക്ക് ബാധിക്കാതെ ഒരു ദൈവികമായിട്ടുള്ള ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാളി ദേവിയോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു മന്ത്രജപം തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജാതകവും കൈരേഖയും എന്താണ് പറയുന്നത്, നിങ്ങളുടെ തൊഴിൽ, വിവാഹം, പ്രണയം, സാമ്പത്തികം, ബന്ധങ്ങൾ, കുടുംബജീവിതം, ഇവയെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. നമ്മൾ പാരമ്പര്യമായിട്ടുള്ള ഹസ്തരേഖ അതുപോലെ തന്നെ ജ്യോതിഷ നിർണയത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ പറഞ്ഞ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മന്ത്രം ഒന്ന് പറയാം. ഓം ഹ്രീം 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 ഹും ഫട്ട്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മന്ത്രമാണ്. നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് നമ്മൾ രാവിലെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വൈകിട്ടും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. പിന്നെ നിത്യം ജപിക്കാൻ സാധിക്കാത്ത ആളുകൾ ഈ ഒരു മന്ത്രം ചൊവ്വ ദിവസം അതുപോലെ തന്നെ വെള്ളി ദിവസങ്ങളിൽ ജപിക്കുക. അപ്പോൾ ആത്മീയ വിശ്വാസപ്രകാരം ദൃഷ്ടിദോഷം, അതുപോലെ തന്നെ നെഗറ്റീവ് സ്വാധീനം, ആഭിചാര ദോഷം, അതായത് അവയെല്ലാം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ച് പോകുമെന്നാണ് ആചാര്യന്മാരൊക്കെ പണ്ടുകാലം മുതൽക്കേ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു വലിയ അറിവാണെന്ന് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള മന്ത്രങ്ങളും അതുപോലെ ആത്മീയ അറിവുകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി.